അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. ചുമ്മാ കഴിഞ്ഞ് വായിത്തോന്നിനെല്ലാം അങ്ങ് വിളിച്ചുറഞ്ഞു നടക്കുക. പാവങ്ങൾ അപേക്ഷ കൊണ്ട് എന്നാൽ അടിച്ചോടിക്കുക. അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും അവരുടെ ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവുമില്ല. അയാൾ കേൾക്കുകയില്ല. നിവേദനം വാങ്ങിയിട്ട് പാവപ്പെട്ട ഒരാളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് കൈ കർച്ചീവിട്ട് തുറച്ചവനാണ്. അപ്പം അതുകൊണ്ട് അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കുന്ന കാര്യമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനമല്ല, ഞാൻ പഴയതുപോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും 8 നിലയെ പൊട്ടും, അതിന് ഒരു സംശയം വേണ്ട. ഇയാളില്ലെങ്കിൽ തന്നെ അഭിനയമൊന്നും ഇല്ലല്ലോ. ശരീരത്തിൻ്റെ ഒരു തടി കാണിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ, മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയോ പിന്നെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതല്ലല്ലോ. അയാൾക്കൊരു ദേശീയാടിസ്ഥാനത്തിലുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല.